ബിദ്അത്തിനെ സംബന്ധിച്ച് ഇമാം ഔസാഇ തങ്ങൾ പറഞ്ഞൊരു ഉദ്ധരണിയുണ്ട്. എന്താണ് മഹാനവർകൾ പറഞ്ഞത്? മബ്തദഅ റജുലുൻ ബിദ്അത്തൻ ഇല്ലാ സുലിബ വറഉഹു. ഒരാളുടെ ഹൃദയത്തിൽ ബിദ്അത്തിന്റെ ചിന്ത കടന്നുകൂടിയാൽ ഇല്ലാ സുലിബ വറഉഹു, അവന്റെ ഹൃദയത്തിൽ നിന്ന് സൂക്ഷ്മത എടുത്തു മാറ്റപ്പെടും. അവ മുബ്തദിഅൻ ബിദ്അത്തിന്റെ ആളായാൽ സൂക്ഷ്മത എടുത്തു മാറ്റപ്പെടും. അങ്ങനെ സൂക്ഷ്മത എടുത്തു മാറ്റുമ്പോഴാണ് നബിന്റെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറയാൻ ധൈര്യം വരിക, സുന്നികൾ മുശ്രിക്കുകളാണെന്ന് പറയാൻ ധൈര്യം വരിക, സംസം വെള്ളത്തിന് ശ്രേഷ്ഠതയില്ല എന്ന് പറയാൻ ധൈര്യം വരിക, മരിച്ചോര് കേൾക്കൂല എന്ന് പറയാൻ ധൈര്യം വരിക. ഇങ്ങനെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങളെ എതിർക്കാനുള്ള ധൈര്യം ബിദ്അത്തിന്റെ ചിന്ത മനസ്സിൽ കടന്നുകൂടുമ്പോഴാണ് ഉണ്ടാകുന്നത്. മബ്തദഅ റജുലുൻ ബിദ്അത്തൻ ഇല്ലാ സുലിബ വറഉഹു. വഹാബിസം, ലിബറലിസം, ഫെമിനിസം, യുക്തിവാദം, മതനിരാസം, നിരീശ്വരവാദം, ലഹരി തുടങ്ങി ഒരുപാട് നാശങ്ങൾ നമുക്കിടയിൽ ഇന്ന് സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഈ പറയപ്പെട്ട നാശങ്ങളിൽ നിന്ന് ഏറ്റവും വലിയത് ഏതാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരാൾ അറിയാതെ ഏതെങ്കിലും സമയത്ത് ഈമാനിന്റെ ദൗർബല്യം കൊണ്ട് എപ്പോഴെങ്കിലും ഒരു ലഹരി ഉപയോഗിച്ചാൽ അതിൽ നിന്ന് പിന്തിരിയാനും തൗബ ചെയ്ത് നന്നാകാനും അയാൾക്ക് അവസരമുണ്ട്. നേരെ മറിച്ച് ഒരാളുടെ വിശ്വാസം വികലമായി പോയാൽ അയാൾക്ക് നന്നാകാൻ, അയാളുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ സമയമില്ല എന്ന് മാത്രമല്ല, അയാൾ ചെയ്യുന്ന ഒരു അമലുകളും അല്ലാഹു തആല സ്വീകരിക്കില്ല എന്ന വസ്തുത നമ്മൾ ഓരോരുത്തരും അറിയണം. ഞാനിവിടെ നേരത്തെ ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ ആയത്ത്, പരിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ വളരെ വിശദമായി നമ്മളോട് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ. സ്വർഗത്തിൽ കടക്കുന്ന മാർഗം ഏതാണെന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചതിന് ശേഷം ഈ സ്വർഗത്തിൽ കടക്കുന്ന യഥാർത്ഥമായ പാത നിങ്ങൾ ഇത്തിബാഇ ചെയ്യണം, നിങ്ങൾ പിൻപറ്റണം, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണം. വലാ തത്തബിഉ സുബുല, മറ്റുള്ള ഒരു മാർഗങ്ങളും ഒരു വഴികളും നിങ്ങൾ പിൻപറ്റരുത്. അത് ഏത് പേരിലാണെങ്കിലും, ഏത് ഇനീഷ്യലിലാണെങ്കിലും, ഏത് അഡ്രസ്സിലാണെങ്കിലും, എത്ര സുന്ദരമായ പ്രമേയങ്ങൾ കൊണ്ടുവന്നാലും ശരി, വലാ തത്തബിഉ സുബുല, മറ്റുള്ളൊരു വഴിയെയും നിങ്ങൾ ഇത്തിബാഇ ചെയ്യാൻ പാടില്ല. പുതിയ വിശ്വാസത്തെ, പുതിയ ആചാരത്തെ, പുതിയ നിലപാടുകളെ നമ്മൾ സ്വീകരിച്ചാൽ ഫതഫറഖ ബിക്കും അൻ സബീലി, അത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള സുന്ദരമായ വഴിയിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിച്ചു കളയുന്നതും ആ വഴിയിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധ്യമല്ലാത്തതുമാണെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി നമ്മൾ ആലോചിക്കേണ്ട ചില വസ്തുതകൾ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിക്കാനുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പക്കൽ 1,00,000 രൂപയുണ്ടെങ്കിൽ ആ 1,00,000 രൂപ എത്ര സുരക്ഷിതമായിട്ടായിരിക്കും നമ്മൾ നമ്മുടെ വീട്ടിൽ സുരക്ഷിതമായിട്ടാണ് വെച്ചിട്ടുണ്ടാവുക? നമ്മൾ താമസിക്കുന്ന നമ്മുടെ റൂമിലെ സേഫായ സെൽഫിന്റെ ഉള്ളിൽ ഒരാൾക്കും കിട്ടാൻ പറ്റാത്ത രൂപത്തിലാണ് ആ 1,00,000 രൂപ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതങ്ങനെ തന്നെയാണ് സൂക്ഷിക്കേണ്ടതും. സമ്പത്ത് മറ്റൊരാൾ കൊണ്ടുപോകാതിരിക്കാൻ സമ്പത്തിനെ അത് സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ വലിയ ജാഗ്രതയിലാണ്. ചെറിയൊരു പനി വന്നാൽ, ഒരു ജലദോഷം വന്നാൽ അതൊക്കെ പോകട്ടെ, ശരീരത്തിലെ തൊലിക്കു മുകളിൽ ചെറിയൊരു വെളുത്ത പാട് വന്നാൽ അടുത്ത ദിവസത്തേക്ക് കാത്തു നിൽക്കാതെ പെട്ടെന്ന് നമ്മൾ ഡോക്ടർമാരെ സമീപിക്കണം. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ജാഗ്രത വേണം. എന്നാൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ
ആദർശത്തിന്റെ കാര്യത്തിൽ നമ്മൾക്ക് എത്രത്തോളം ജാഗ്രതയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. വിശ്വാസത്തിൽ കോംപ്രമൈസ് ഇല്ല, ആദർശത്തിൽ കോംപ്രമൈസ് ഇല്ല. ഒരാളോട് നിന്റെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് നിന്റെ ആദർശം എന്ന് പറയുന്നത്. ഒരാളോട് നിന്റെ ആദർശം എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് നിന്റെ വിശ്വാസം എന്ന് പറയുന്നത്. കാലത്തിനനുസൃതമായോ ഏതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒരാളും അവനവന്റെ വിശ്വാസം താൽക്കാലികമായി കോംപ്രമൈസ് ചെയ്താൽ അള്ളാഹുവിന്റെ സുന്ദരമായ സ്വർഗലോകത്ത് എത്തിപ്പെടാൻ അയാൾക്ക് സാധ്യമല്ല എന്ന തിരിച്ചറിവ് നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇവിടെ കൂടി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ നല്ല നീട്ടി വലിച്ചു പറയുന്ന നല്ല വയലുകളൊക്കെ ഒരു പക്ഷെ പ്രതീക്ഷിച്ചു വന്നവരായിരിക്കാം. ഇഷ്ടംപോലെ വയല് കേൾക്കുന്നവരാണ് നമ്മൾ. ആ വയല് കേൾക്കുന്നതിനിടയിൽ ആ വയൽ ഉപകാരപ്പെടണമെങ്കിൽ നമ്മുടെ വിശ്വാസം ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഓരോരോ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി ചതിയിലകപ്പെടാതിരിക്കാൻ, വഞ്ചനയിലകപ്പെടാതിരിക്കാൻ, അവനവന്റെ ഈമാനിനെ കാത്തു സംരക്ഷിക്കേണ്ട വിഷയത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ഒരു കൽപ്പനയുണ്ട്. وَمَن يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. വിശുദ്ധ ഖുർആനിലെ ഈ വചനം പരിശുദ്ധമായ മദീനത്തെ പള്ളിയിൽ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതീർണമായപ്പോൾ ഈ ആയത്തിന്റെ ആശയം മനസ്സിലാക്കിയ സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞ് രണ്ട് കൈകൊണ്ടും മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ ഈ വിശുദ്ധമായ ആയത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്? وَمَن يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى. ഇന്നതാണ് സത്യം എന്ന് വ്യക്തമായതിന്റെ ശേഷം എന്റെ വിശ്വാസം, എന്റെ മാതാപിതാക്കളുടെ വിശ്വാസം, എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ വിശ്വാസം, അവരുടെ ഗുരുനാഥന്മാരുടെ വിശ്വാസം, നാട്ടിലെ കാരണവന്മാരുടെ വിശ്വാസം, അങ്ങനെ പാരമ്പര്യമായ കൃത്യമായ വിശ്വാസം വിശ്വസിച്ചു പോരുന്നതിനിടയിൽ യാതൊരു തർക്കവുമില്ലാതെ പാരമ്പര്യമായ വിശ്വാസങ്ങളും ആചാരങ്ങളും കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നതിനിടയിൽ ആരെങ്കിലും മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്ത, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത പുതിയൊരു വിശ്വാസത്തിലൂടെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ, ആരെങ്കിലും ഇത്തിബാഅ് ചെയ്താൽ, വളരെ ഗൗരവത്തിലാണ് വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുള്ളത്. മുമ്പാരും കേട്ടിട്ടില്ലാത്ത, മുമ്പൊരാൾക്കും പരിചയമില്ലാത്ത, ഒരാളും പറയാൻ ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കൽ പോലും പറയാൻ പറ്റാത്ത വിശ്വാസങ്ങൾ, അങ്ങനത്തെ വിശ്വാസങ്ങൾ പറയുകയും ആ വിശ്വാസങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്ത് പാരമ്പര്യമായ വിശ്വാസത്തിൽ നിന്ന് ആരെങ്കിലും മാറി ചിന്തിച്ചാൽ അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് നുവല്ലിഹി മാ തവല്ല. ആർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. മനത് റെഡിയാവും. നുവല്ലിഹി മാ തവല്ല. അവൻ വിശ്വസിച്ച, അവൻ ആചരിച്ച, അവൻ സ്വീകരിച്ച ആ മാർഗത്തിലൂടെ അവൻ അങ്ങനെ സഞ്ചരിച്ചു പോകാം. അങ്ങനെ അവൻ സഞ്ചരിച്ച് അവന്റെ രൂപം കണ്ടാൽ കണങ്കാലിന്റെ മേലെ പാന്റ് ധരിച്ചിട്ടുണ്ടാകും, നിസ്കാര തഴമ്പുണ്ടാകും, 5 നേരത്തെ നിസ്കാരമൊക്കെ കൃത്യമായി നിസ്കരിക്കുന്നുണ്ടാകും. പക്ഷേ അവനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവനങ്ങനെ ആ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോയി അവനെ പറ്റി അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് വനുസ്ലിഹി ജഹന്നം, സ്വർഗപ്രവേശനം അവന് സാധ്യമല്ല എന്നതാണ്. അവൻ എത്ര വലിയ കർമ്മങ്ങൾ ചെയ്താലും ശരി, എത്ര ദഅവത്ത് നടത്തിയാലും ശരി, കണങ്കാലിന്റെ മേലെ പാന്റ് ധരിച്ചാലും ശരി, വനുസ്ലിഹി ജഹന്നം, അവൻ നരകത്തിൽ കടക്കും. സ്വർഗപ്രവേശനം അവന് സാധ്യമല്ല. എന്തുകൊണ്ടാണ് അവൻ നരകത്തിൽ കടന്നത്? അവൻ നിസ്കരിച്ചിട്ടില്ലേ? നിസ്കരിച്ചിട്ടുണ്ട്. അവൻ നോമ്പെടുക്കുന്നില്ലേ? നോമ്പെടുക്കുന്നുണ്ട്. അവൻ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നില്ലേ? ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവൻ നരകത്തിൽ കടന്നത്?
അവനിൽ നിന്നുണ്ടായത് കർമ്മങ്ങൾ മാത്രമാണ്, വിശ്വാസം റെഡിയായിട്ടില്ല എന്നതാണ് നമ്മൾ പറയുന്നത്. ആദ്യം ഒന്നാമത്തെ കാര്യം വിശ്വാസം നന്നാകലാണ്, രണ്ടാമത്തെ കാര്യമാണ് കർമ്മങ്ങൾ നന്നാകേണ്ടത്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, വിശുദ്ധ ഖുർആനിൽ 60-ലധികം സ്ഥലങ്ങളിൽ ഈ കാര്യം വ്യക്തമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് ഈമാനാണ്, രണ്ടാമതാണ് സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം വിശ്വാസം നന്നാകണം. വിശ്വാസം നന്നാകാത്തിടത്തോളം കാലം കർമ്മങ്ങൾ എത്ര നന്നായാലും അവന്റെ ഈ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഭൗതികമായ ഏതെങ്കിലും താല്പര്യത്തിന് വേണ്ടിയല്ല, ഇത് ഭൗതികമായ ഏതെങ്കിലും ലാഭത്തിന് വേണ്ടിയല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരു കൽപ്പനയുണ്ട്. അല്ലാഹു തആല പറയാൻ, വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ഈ ആശയമുള്ള ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്താണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്? വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ, ആണായാലും പെണ്ണായാലും എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും ആ സൽക്കർമ്മങ്ങൾ ഖബൂൽ ചെയ്യണമെങ്കിൽ, ആ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അതിന്റെ ബേസ് എന്ന് പറയുന്നത്, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വഹുവ മുഅ്മിൻ, അവൻ മുഅ്മിനായിരിക്കണം എന്നതാണ്. അവൻ മുഅ്മിനായിരിക്കണം, അവനിൽ ഈമാൻ ഉണ്ടായിരിക്കണം. ഏത് ഈമാനാണ്? ഏത് ഈമാനാണ്? കാനേശുമാർ ഈമാൻ പോരാ, വോട്ടർ പട്ടികയിൽ മുസ്ലിമിന്റെ പേരായാൽ പോരാ, റേഷൻ കാർഡിൽ മുസ്ലിമിന്റെ പേരായാൽ പോരാ, ഐഡന്റിറ്റി കാർഡിൽ മുസ്ലിമിന്റെ പേരായാൽ പോരാ, പാസ്പോർട്ടിൽ മുസ്ലിമിന്റെ പേരായാൽ പോരാ. ഇവിടെ മുഅ്മിൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാരമ്പര്യമായ വിശ്വാസം കൊണ്ട് നടക്കുന്നവരാണ്. ഏതാണ് പാരമ്പര്യമായ വിശ്വാസം? പടച്ച റബ്ബിന്റെ ദീന് രണ്ടാമത് ഏൽപ്പിച്ചത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ്. അതിലെ മൂന്നാമത്തെ കണ്ണി മുത്തുനബിയാണ്, നാലാമത്തെ കണ്ണി സ്വഹാബത്താണ്. ഇങ്ങനെ പാരമ്പര്യമായി കിട്ടിയ വിശ്വാസത്തിനപ്പുറത്ത് കാലത്തിനനുസൃതമായി എന്തെങ്കിലും വിശ്വാസം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് സ്വീകരിക്കാനോ അതിലൂടെ സ്വർഗത്തിൽ കടക്കാനോ സാധ്യമല്ല. ഇതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ഈ പാരമ്പര്യത്തിൽ ഒരാളെയും നമുക്ക് അവിശ്വസിക്കാൻ നിർവാഹമില്ല. ക്ലിപ്പ് റെഡിയാകാൻ ചെറിയൊരു പണിയും കൂടി ഉണ്ട്, അത് റെഡിയായാൽ ഉടനെ ക്ലിപ്പ് ആരംഭിക്കും. അള്ളാന്റെ പരിശുദ്ധമായ ദീൻ, ആ പരിശുദ്ധമായ ദീനി പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുത്തത് മലക്കുകളാണ്. ഏത് മലക്ക്? മലക്കുകളിൽ പ്രധാനിയായ മഹാനായ സയ്യിദുനാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഉറക്കെ പറയാ, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനിൽ നിന്ന് കിട്ടിയ വഹയിൽ യാതൊരു കളങ്കവും വരുത്താത്തവരാണ്. ആ പ്രവാചകന്മാരെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ എന്നാണ്. അല്ലാഹു എന്ത് കൽപ്പിച്ചോ ആ കൽപ്പിച്ച കൽപ്പനകൾ കൃത്യമായി അതുപോലെ നടപ്പിൽ വരുത്തുന്നവരാണ്, യാതൊന്നും കൂട്ടിച്ചേർക്കുന്നവരല്ല. പടച്ച റബ്ബിന്റെ ദീനി മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ഏറ്റെടുത്തു. മൂന്നാമത്തെ കണ്ണി മുത്തുനബിതങ്ങളാണ്. ആരാണ് മുത്തുനബിതങ്ങൾ? അവർ അവസാനത്തെ പ്രവാചകരാണ് എന്നതിന്റെ പുറത്ത്, അഫ്ളലുൽ മഖ്ലൂഖീനാണ് എന്നതിന്റെ പുറത്ത്, ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഇനി അള്ളാന്റെ പടപ്പുകളിൽ ഇത്രയേറെ ശ്രേഷ്ഠതയുണ്ടാകാൻ മറ്റൊരാളില്ല, അത്രയും ഉന്നതരായ നമ്മുടെ കരളിന്റെ കഷ്ണമായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മൂന്നാമത്തെ കണ്ണി. ആ മൂന്നാമത്തെ കണ്ണിയായ നബി തങ്ങൾ ഈ പറഞ്ഞ വഹിയിൽ വല്ലതും കൂട്ടിച്ചേർക്കുമോ? ഇല്ല. നബി തങ്ങളെ സംബന്ധിച്ച് എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അന്നഹും മഅസൂമൂന മിൻ കുല്ലി ദംബിൻ വഖതിയത്തിൻ ഖബല അൻ-നുബുവത്തി വബഅദഹാ. നബിയാകുന്നതിന്റെ മുമ്പും നബിയായതിന്റെ ശേഷവും ഒരിക്കൽ പോലും ഒരു പാപവും ചെയ്യാത്ത പാപ സുരക്ഷിതരാണ്, മഅസൂമുകളാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ മുഴുവനും, പ്രത്യേകിച്ച് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.
നബി തങ്ങൾ മഅസൂമാണ്. 63 കൊല്ലത്തിനിടയിൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്കുപോലും നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. അവൻ നബി തങ്ങൾ പറഞ്ഞു എന്നൊരു ഹദീസ് വന്നാൽ തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ഹദീസിനെ തട്ടിമാറ്റാനോ ആ ഹദീസിനെ വിമർശിക്കാനോ ആ ഹദീസിനെ തള്ളാനോ ഒരു യഥാർത്ഥമായ വിശ്വാസിക്ക് സാധ്യമല്ല. വളരെ ഗൗരവമല്ലേ? ആ നബി തങ്ങൾ 63 കൊല്ലക്കാലം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹയി മുഖേന മാത്രമേ നബി തങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. സൂറത്തു നജ്മിൽ അത് വ്യക്തമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹാ. അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള കൃത്യമായ വഹയി മുഖേനയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ആ നബി തങ്ങളുടെ വാക്കുകളെ ഹദീസുകളെ യാതൊരു ലജ്ജയും ഉളുപ്പമില്ലാതെ തള്ളിക്കളയുന്ന ഒരു വിഭാഗത്തിന് എങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും? എങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും? അവർ ഈ പാരമ്പര്യത്തിൽ നിന്ന് മൂന്നാമത്തെ കണ്ണിയായ മുത്തുനബി തങ്ങളെ വിമർശിച്ചവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കളെ വിമർശിക്കുന്നവർക്ക് മുത്തുനബി തങ്ങളെ വിമർശിച്ചു എന്നതിലൊന്നും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവനവന്റെ ഈമാനിന്റെ കാര്യത്തിൽ ഓരോരുത്തരും ജാഗ്രതരാകണം എന്നതാണ്. അതിലെ 4ാമത്തെ കണ്ണി സ്വഹാബികളാണ്. ഏത് സ്വഹാബികൾ? ഇന്ന കാലത്തേക്ക് വന്ന സ്വഹാബിയെന്നോ ഇന്ന കാലക്കാരനായ സ്വഹാബിയെന്നോ ഇന്ന നാട്ടിലേക്ക് വന്ന സ്വഹാബിയെന്നോ വ്യത്യാസമില്ലാതെ നബി തങ്ങളുടെ സ്വഹാബികളിൽ ആരെ നമ്മൾ ഇത്തിബാഇ ചെയ്താലും ആ ഇത്തിബാഇ ചെയ്തവർക്കൊക്കെ ഹിദായത്തിന്റെ മാർഗം സിദ്ധിക്കുന്നതാണ്. അതല്ലേ നബി തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? എന്താ നബി തങ്ങളെ പഠിപ്പിച്ചത്? ഈ സ്വഹാബികളിൽ നിന്ന് അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. ഈ ഹദീസ് ഒരൊറ്റ വഹാബികൾക്കും ലോകത്തോതാൻ കഴിയില്ല. എന്താ നബി തങ്ങൾ പറഞ്ഞത്? അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്രതുല്യരാണ്. ആ നക്ഷത്രതുല്യരായ സ്വഹാബികളിൽ നിന്ന് ഫബി അയ്യിഹിം ഇഖ്തദൈതും, ആ സ്വഹാബികളിൽ നിന്ന് ഏത് സ്വഹാബികളെ നിങ്ങൾ ഇത്തിബാഇ ചെയ്താലും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്താലും ഇഹ്തദൈതും, നിങ്ങൾ സന്മാർഗത്തിലാകും. അപ്പൊ സ്വഹാബികളെ അംഗീകരിക്കുന്നത് മൂലം സന്മാർഗത്തിൽ നിങ്ങൾ ഉണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബത്തിൽ നിന്ന് എത്ര സ്വഹാബികളെയാണ് വർത്തമാന കാലഘട്ടത്തിൽ വഹാബികൾ തള്ളിയിട്ടുള്ളത്? അതുകൊണ്ട് സ്വഹാബികളെ തള്ളിയതുകൊണ്ട്, നബി തങ്ങളുടെ പല ഹദീസുകളും തള്ളിയതുകൊണ്ട് മലക്കുകളുള്ള വിശ്വാസത്തിൽ പോലും വലിയ അബദ്ധങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ പറയപ്പെട്ട വഹാബികൾ കൊണ്ട് നടക്കുന്ന വിശ്വാസം 1% പോലും അംഗീകരിക്കാൻ ഷഹാദത്ത് ചൊല്ലിയ ഒരു മുസ്ലിമിനും സാധ്യമല്ല എന്നത് വ്യക്തമായി ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. മോനെ റെഡിയാവും? സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരാൾ ഫോട്ടോ കാണാം. സ്ക്രീനിലേക്ക് നോക്കിയാൽ അത് കാണുണ്ടോ? റെഡിയാ? സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരാൾ ഫോട്ടോ കാണാൻ കഴിയും. ആരാണത്? അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് ലോകത്ത് വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. റെഡിയല്ലേ? ഞാൻ ഒന്നുകൂടി പറയട്ടെ. അതല്ല ഒന്ന് സഹസുള്ള ഒരാളെ ചോദിക്കണേ. കാണുണ്ടോ? നിങ്ങളെടുക്കുന്ന സഹകരിക്കണുണ്ടോ? അതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. എന്നാണ് അയാൾ ജനിച്ചത്? ഹിജറ 1115 ജനിക്കുകയും ഹിജറ 1206 മരണപ്പെടുകയും ചെയ്ത സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഇയാളാണ് ലോകത്താദ്യമായി വഹാബി പ്രസ്ഥാനം കൊണ്ടുവന്നത്. ഈ നാട്ടിലുള്ള സകലമാന ഫിത്നക്കും തുടക്കം കുറിച്ചത് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാൻ. ആരാണ് ഇയാളെന്ന് ചെറുതായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിഅറാനയിൽ വെച്ച് യുദ്ധത്തിന്റെ ഗനീമത്ത് മുതൽ ഓഹരി ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ഫഅതാഹു റജുലുൻ, ആ സമയത്ത് ഒരാൾ വന്നു.
നബി തങ്ങൾ ഗനീമത്ത് മുതൽ ഓഹരി ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നു. ആ വന്ന ആള് നബി തങ്ങൾ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഫഖാല ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദേ നീ നീതി പാലിക്കണം എന്ന് നബി തങ്ങളോട് പറഞ്ഞു. ധാർഷ്ട്യം കലർന്ന ഭാഷയിൽ, അഹങ്കാരത്തിന്റെ ഭാഷയിൽ നബി തങ്ങളുടെ മുഖത്തു നോക്കി, ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദ് നീ നീതി പാലിക്കണം, മാത്രമല്ല ഫഇന്നക ലം തഅദിൽ, നീ നീതി പാലിക്കാത്തവനാണ് എന്ന് നബി തങ്ങളുടെ മുഖത്തു നോക്കി പറഞ്ഞു. എത്ര വലിയ അഹങ്കാരമാണ്! 14 രാവ് പോലെ പ്രകാശിക്കുന്ന മുത്തുനബിയുടെ മുഖത്ത് നോക്കി മുഹമ്മദ് നീ നീതി പാലിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത്, നീ നീതി പാലിക്കാത്തവനാണ് എന്നുപോലും നബി തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പ ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, വൈലക്, ഫഹയാ, നിനക്ക് നാശമുണ്ടാകട്ടെ, നിനക്ക് നാശമുണ്ടാകട്ടെ. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, വമൻ യഅദിൽ ഇല്ല മഅദിൽ, ഞാൻ നീതി ചെയ്യുന്നില്ലെങ്കിൽ ആരാണടാ ലോകത്ത് നീതി ചെയ്യുന്നവൻ? എന്റെ മുഖത്ത് നോക്കി നീതി ചെയ്യുന്നില്ല എന്ന് പറയാൻ മാത്രം ഇത്ര അഹങ്കാരം പിടിച്ച നീ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആ സമീപത്ത് ഇസ്ലാമിന്റെ ഖലീഫമാരിൽ പ്രധാനിയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉറക്കെ പറഞ്ഞോളി, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്തുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, നബിയേ ദഅനി അളിരിബു ഉനുഖഹു, നിങ്ങളൊന്ന് സമ്മതം തരി, ഞാൻ അവന്റെ തല വെട്ടിക്കളയട്ടെ. ഇങ്ങനെ അഹങ്കാരിയായ ഒരാള്, നിങ്ങളോട് ധാർഷ്ട്യം കലർന്ന ഭാഷയിൽ സംസാരിച്ച ഇവനെ പോലെയുള്ള ഒരാള് ദുനിയാവിൽ വെച്ചേക്കാൻ പറ്റൂല. അതുകൊണ്ട് അളിരിബു ഉനുഖഹു, ഞാൻ അവന്റെ തല വെട്ടിക്കളയട്ടെ. അപ്പൊ ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, ലാ, അത് വേണ്ട. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെന്താ ശബ്ദം കേൾക്കുന്നവരെന്ന് മനസ്സിലാക്കണം. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ഇന്ന ഹാദാ വഅസ്ഹാബൻ ലഹു യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു അസ്സഹുമു മിനർ റമിയ, ഇവനും ഇവന്റെ ആളുകളും അമ്പിൽ നിന്ന് വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകും. അയാളുടെ പേര് ദുൽഖുവൈസിറ എന്നാണെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ആ ദുൽഖുവൈസിറയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ഈ പറയപ്പെട്ട മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. അപ്പൊ അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞത്, ഇന്ന ഹാദാ വഅസ്ഹാബൻ ലഹു, ഇവനും ഇവന്റെ ആളുകളും, ഇവന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകൾ, അവനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ, അവർ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകും, വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ തെറിച്ചു പോകും എന്ന് നബി തങ്ങൾ പറഞ്ഞ ദുൽഖുവൈസിറയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ഈ പറയപ്പെട്ട മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്. അയാളാണ് വഹാബി പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുള്ളത്. ഇയാൾ കൊണ്ടുവന്ന വഹാബി പ്രസ്ഥാനം എത്രയാണ് അതിന്റെ പാരമ്പര്യം? എത്രയാണ് അതിന്റെ പാരമ്പര്യം? പരമാവധി കണക്ക് കൂട്ടിയാൽ ഒരു 300 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം, ഒരു 300 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം. എന്റെ വക ഒരു 50 കൂടെ, ഒരു 350 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം. 350 വർഷത്തിൽ താഴെയുള്ള പാരമ്പര്യം കൊണ്ട്, 350 വർഷത്തിൽ താഴെയുള്ള വിശ്വാസം കൊണ്ട്, 350 വർഷത്തിൽ താഴെയുള്ള ആചാരങ്ങളെ കൊണ്ട് എങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും? നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസവും ആചാരവും 1500 കൊല്ലങ്ങൾക്കപ്പുറത്ത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ ഖിയാസ് കൊണ്ടെങ്കിലും സ്ഥിരപ്പെട്ടിരിക്കണം. വെറും 300 കൊല്ലത്തെ അല്ലെങ്കിൽ 350 കൊല്ലത്തെ വിശ്വാസം കൊണ്ട് സ്വർഗത്തിൽ കടക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടണമെന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. ഈ പറയപ്പെട്ട മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയങ്ങൾ, ഫത്വകൾ, ലേഖനങ്ങൾ, പ്രസംഗങ്ങൾ, ഇതാണ് വഹാബി പ്രസ്ഥാനം ആധാരമായി കൊണ്ട് നടക്കാറുള്ളത്. ഇത് വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന മുഴുവൻ വഹാബികളും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സുന്നികൾ മുഴുവനും മുശ്രിക്കുകളാണ്. ഇവിടെ കൂടിയ ഓരോരു മുഅ്മിനും ആലോചിക്കണം, സുന്നികളും വഹാബികളും തമ്മിൽ ഖുനൂത്തിന്റെ വിഷയത്തിലല്ലേ തർക്കമുള്ളൂ? അല്ല. മൗലിദ് ഓതുന്ന വിഷയത്തിലല്ലേ തർക്കമുള്ളൂ? അല്ല.
ബറാഅത്ത് മിഅ്റാജിന്റെ നോമ്പിന്റെ വിഷയത്തിലല്ലേ തർക്കമുള്ളൂ? അല്ല. മരിച്ചെടുത്ത് ഖുർആൻ ഓതുന്ന വിഷയത്തിലല്ലേ തർക്കമുള്ളൂ? അല്ല. മരിച്ചെടുത്ത് ഖുർആൻ ഓതിലാന്ന് കരുതി ഇസ്ലാമെന്ന് പുറത്തു പോകൂല. ഒരാള് ബറാഅത്തിന്റെ നോമ്പ് നോറ്റിലാന്ന് കരുതി ഇസ്ലാമെന്ന് പുറത്തു പോകൂല. പക്ഷേ കേരളത്തിലുള്ള, തമിഴ്നാട്ടിലുള്ള, കർണാടകയിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ സുന്നികളും പച്ച മുശ്രിക്കുകളാണ് എന്നാണ് ഇവരുടെ വിശ്വാസം. ഇത് ഗൗരവമുള്ള കാര്യല്ലേ? ഇത് ഇത് പരസ്യമായിട്ട് അവരെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരോട് ഏത് നിലക്കാണ് നമ്മൾ കോംപ്രമൈസ് ആകുന്നത്? മുജാഹിദിന്റെ ജിന്നി വിഭാഗത്തിന്റെ നേതാവായ മുജാഹിദ് ബാലുശ്ശേരി കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് കേൾക്കി, അപ്പൊ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഞാൻ ഒന്നുകൂടി പറയട്ടോ. അതെന്താന്ന് വെച്ചാൽ ആദം നബിയുടെ സന്താന പരമ്പരകളിൽ സത്യനിഷേധികളും മുശ്രിക്കുകളും മുഅ്മിനുകളും പ്രവാചകന്മാരൊക്കെ ഉണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ മറുഭാഗത്തെ പ്രതിയോഗികളില്ലേ, അവര് എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെ വളരെ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കിയും കൂടെ പറയട്ടെ. പ്രവാചകന്മാരുടെ മറുഭാഗത്ത് അവര് എല്ലാവരെയും കൂടി കൂട്ടിയാൽ അവരെല്ലാരും കുഫറും കൂട്ടിയാൽ അവരെല്ലാരും കേരളത്തിലെ സമസ്തയുടെ കുഫറും 2 ക്ലാസ്സിൽ വെച്ച സമസ്തയുടെ കുഫർ ഇവരുടെ എല്ലാരും കുഫറും അതിന്റെ താഴെ. ഇവരുടെ മനസ്സിലായോ? പ്രവാചകന്മാരുടെ പ്രതിയോഗികളായിട്ട് ലോകത്ത് ഏതൊക്കെ മുശ്രിക്കീങ്ങൾ വന്നിട്ടുണ്ടോ ആ മുശ്രിക്കീങ്ങളുടെ എല്ലാവരുടെ ശിർക്കും ഒന്നിച്ചു വെക്കുക, സുന്നികളുടെ ശിർക്ക് ഒന്നിച്ചു വെക്കുക. എന്നാൽ സുന്നികളുടെ ശിർക്കാണ് ഏറ്റവും ബലപ്പെട്ട ശിർക്ക് എന്ന് പറഞ്ഞാൽ അബൂജഹലിനേക്കാളും ഉത്ബത്തിനേക്കാളും ശൈബത്തിനേക്കാളും വലീദിനേക്കാളും ഏറ്റവും വലിയ മുശ്രിക്കുകൾ സുന്നികളാണ് എന്നാണ് ഇന്നത്തെ മുജാഹിദിന്റെ വാദം. ഇവിടെ ഏറ്റവും അടുത്ത അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്, ഈ നിമിഷം വരെ തിരുത്തിയിട്ടില്ല. ബാക്കി കുഫറും 2 തുലാസിൽ വെച്ച സമസ്തയുടെ കുഫർ മനസ്സിലാണില്ലേ? മനസ്സിലാകണില്ലേ? അൽഹംദുലില്ലാ. അൻവരി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമത്തു തൗഹീദ് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മുശ്രിക്കുകളാണെന്ന് പറയണമെങ്കിൽ അത് എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പറയട്ടെ അദ്ദേഹം. ഇവരുടെ എല്ലാരും കുഫറും അതിന്റെ താഴെയാണ്. ഇവരുടെ എല്ലാരും കുഫറും അതിന്റെ താഴെയാണ്. ഇവരുടെ കുഫർ അതിന്റെ മേലെയാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കുന്നു. ലോകത്ത് സമസ്തക്കാർക്കുള്ള പോലെ ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ നിരീക്ഷണം. സമസ്തക്കാരി എന്നത് അദ്ദേഹത്തിന്റെ പ്രയോഗം മാത്രമാണ്. സുന്നികളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ലോക ചരിത്രത്തിലില്ലാത്ത ശിർക്കാണ്. നമ്മൾ ചോദിക്കുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ലേബിളിൽ വിശ്വസിക്കുന്ന സുന്നികളായ ആളുകൾ ചെയ്യുന്ന ഒരൊറ്റ ശിർക്ക് ബിദ്അത്തല്ല, ബിദ്അത്തിനെ പറ്റിയല്ല ചർച്ച, ഒരൊറ്റ ശിർക്ക്, ഇന്ന ശിർക്ക് നിങ്ങൾ ചെയ്യുന്നു എന്ന് തെളിയിക്കാൻ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഒരൊറ്റാൾക്കും സാധ്യമല്ല എന്നത് വളരെ വ്യക്തമാണ്. പച്ചക്കളവ് പറയാണ്. എന്നിട്ട് ഈ കാണുന്ന കോടാനുകോടിയായ സുന്നികളെ മുഴുവൻ മുശ്രിക്കാക്കുക. എന്നിട്ട് സ്വർഗത്തേക്ക് പോകാൻ ആരാളത്? അതുപോലെ 4 ആൾക്കാർ. നിങ്ങളെന്താ സ്വർഗം എന്ന് പറഞ്ഞാൽ ഇത് KNMന്റെ ഓഫീസിന്റെ മാതിരി റൂമാന്നിട്ട് കരുതിയോ? എത്ര വലിയ ഗൗരവമാണ്? ബാക്കി കൂടി പറയട്ടെ. ആയിരക്കണക്കിന് തെളിവുകൾ വെച്ച് എനിക്ക് നിരത്താൻ പറ്റും. അത് മാത്രം ഒരു വിഷയമാക്കി. ആയിരക്കണക്കിന് തെളിവ് വേണ്ട. ഒരൊറ്റ തെളിവ്, സുന്നികൾ മുശ്രിക്കുകളാണെന്ന് തെളിയിക്കുന്ന ഒരൊറ്റ തെളിവ് ദുനിയാവിൽ അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ആഖിറത്തിൽ അവരെ പിടിക്കപ്പെടുമല്ലോ. ഈ കളവുകൾ പറഞ്ഞ് നാടായ നാടുകൾ മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ബാക്കി അതെന്താന്ന് വെച്ചാൽ ആദം നബിയുടെ സന്താനം ക്ലിയറാക്കുന്നു. ശിർക്കും കുഫറും മാനവ ചരിത്രത്തിൽ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ നിരീക്ഷണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചോ? ആയിരക്കണക്കിന് തെളിവുകൾ വെച്ച് എനിക്കത് നിരത്താൻ പറ്റും. അത് മാത്രം ഒരു വിഷയമാക്കി. ആയിരക്കണക്കിന് തെളിവുകൾ. ഇന്ന് ജീവിച്ചിരിക്കുന്ന മുജാഹിദിന് ഏറ്റവും വലിയ നേതാവാണ്. ഫിർഔനാണ് നല്ലത് എന്ന്. അപ്പൊ ഇവർ ആരനുയായികളാണ് ബോധ്യപ്പെട്ടില്ലേ? മുജാഹിദിന്റെ ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ പ്രഭാഷകനാണ് ഇദ്ദേഹം. അദ്ദേഹം പറയുന്നത്
സുന്നികളെക്കാളും നല്ലത് ഫിർഔനാണ് എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഇയാൾ ആരുടെ അനുയായിയാണ് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടല്ലോ. ബാക്കിയോടും പറയട്ടെ. സ്ഥാപിക്കാൻ കഴിയും. അതായത് അനുയായിയാണ്, അബൂജഹലിന്റെ അനുയായിയാണ് ഇവര്. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട മുഴുവൻ ശിർക്കൻവാദികളുടെയും അനുയായികളായി അവരുടെ അച്ചാരം വാങ്ങി വന്ന് സുന്നികളെ മുശ്രിക്കാക്കുന്ന പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര വലിയ ഗൗരവമാണ്. പക്ഷെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന വിശ്വാസത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സുന്നികൾ അറുത്തത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. കാരണം സുന്നികളൊക്കെ മുശ്രിക്കീങ്ങളാണല്ലോ. അങ്ങനെ ഒരു കല്യാണത്തിന് വരുമ്പം നല്ല പോത്ത് ബിരിയാണി ഇങ്ങനെ തിന്നുമ്പോൾ, അങ്ങനെ നല്ല ചൂടിങ്ങനെയുള്ള നല്ല പോത്ത് ബിരിയാണി തിന്നുമ്പോൾ ഏതെങ്കിലും വഹാബി ചോദിക്കലുണ്ട് ഇത് ആരർത്ഥതാന്നുള്ളത്? ഇല്ല. അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞത് പള്ളിയെ ഉസ്താദ് അർത്ഥതാണ്, എന്നാ എനിക്കിത് വേണ്ടെന്ന കുമ്പളങ്ങന്റെ കറി വരട്ടെ എന്ന് ഏതെങ്കിലും വഹാബി പറയോ? അത് പറയില്ല. തിന്നണ വിഷയത്തിലൊന്നും ആ ഒരു ജാഗ്രത ഉണ്ടാവൂല. സുന്നിയായ പിതാവ് മരിച്ചാൽ വഹാബിയായ മകന് എങ്ങനെയാണ് അനന്തരം കിട്ടുക? ഒരു നിലക്കും അനന്തരം കിട്ടൂല. കാരണം അയാളുടെ വിശ്വാസപ്രകാരം സുന്നിയായ അയാളുടെ പിതാവ് മുശ്രിക്കാണ്. അനന്തരം കിട്ടുമോ? അപ്പൊ അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ കലിമത്തു തൗഹീദ് വിശ്വസിക്കുന്ന സുന്നികളെ സംബന്ധിച്ചിടത്തോളം മുശ്രിക്കുകളാണ് എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും വളരെ ജാഗ്രത പാലിക്കണം. എന്നാൽ ഈ മുജാഹിദീൻ വിഭാഗത്തിലെ മറ്റൊരു നേതാവുണ്ട്. ഇപ്പൊ ഇവര് തന്നെ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ശിർക്കാരോപണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KNM മുജാഹിദ് മുശ്രിക്കാണെന്ന് വിസ്റ്റം വിഭാഗം മുജാഹിദ് മുശ്രിക്കാണെന്ന് KNM വിഭാഗം, അവർ രണ്ടുപേരും മുശ്രിക്കുകളാണെന്ന് മർക്കസു ദഅവ വിഭാഗം, ഇങ്ങനെ പരസ്പരം മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയൊരു നേതാവ് അദ്ദേഹം പറയാണ്, ഇന്നിപ്പോ ഏറ്റവും ചെറിയ പണി എന്ന് പറഞ്ഞാൽ ആളെ മുശ്രിക്കാക്കലാണ് ഏറ്റവും ചെറിയ പണി. അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ കരളിന്റെ കഷ്ണമായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പോലും വെറുതെ വിടാൻ ഇവർ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവർ ഇസ്ലാമിന്റെ ശത്രുക്കളല്ലേ? ഇവരോട് എങ്ങനെ നമുക്ക് കോംപ്രമൈസ് ആക്കാൻ പറ്റും? ഒരിക്കലും കോംപ്രമൈസ് ആക്കാൻ പറ്റൂല. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു നേതാവിന്റെ ഏറ്റവും പുതിയൊരു പ്രസംഗം സാന്ദർഭികമായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക. അൻവരി ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലൈ പറഞ്ഞതുമായി ചിത്രീകരിച്ച് സിഹിർ ഒരാൾക്ക് ബാധിക്കും, സിഹിർ കൊണ്ട് പിന്നെ സ്വാധീനമുണ്ട്, അത് ബാധിക്കുന്നു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ പ്രത്യേകമായ ഒരു പ്രാർത്ഥന നടത്തിയ സംഭവത്തെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാൻ കഴിയും. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിനാ, ഞങ്ങളുടെ ഷാമിലും ഞങ്ങളുടെ യമനിലും അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്തപ്പോൾ ഖാലൂ, സ്വഹാബത്തിൽ നിന്ന് ചിലർ പറഞ്ഞു, വഫീ നജ്ദിനാ, ഞങ്ങളുടെ നജ്ദിന് ബർക്കത്തിന് വേണ്ടി നബി തങ്ങളെ നിങ്ങൾ ദുആ ചെയ്യണം. ഷാമിന് വേണ്ടി
അതുപോലെ തന്നെ യമനിന് വേണ്ടി ബർക്കത്തിന് ദുആ ചെയ്തതുപോലെ നജ്ദിന് വേണ്ടി നിങ്ങൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ ഖാല നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിനാ, ശാമിലും യമനിലും ബർക്കത്തുണ്ടാകാൻ അപ്പോഴും നബി തങ്ങൾ ദുആ ചെയ്തു. അപ്പൊ ഖാലു സ്വഹാബത്ത് വീണ്ടും പറഞ്ഞു, വഫീ നജ്ദിനാ, ഞങ്ങളുടെ നജ്ദിന് വേണ്ടി നബി തങ്ങളെ നിങ്ങളൊന്ന് ദുആ ചെയ്യണം. അപ്പൊ ഖാല നബി തങ്ങൾ പറഞ്ഞു, ഹുനാക സലാസിലു വൽ ഫിതനു വബിഹാ യത്ലുഉ ഖർനു ശൈത്താൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? നജ്ദിന്റെ ഖൈറിന് വേണ്ടി, നജ്ദിന്റെ ബർക്കത്തിന് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തില്ല എന്ന് മാത്രമല്ല, നബി തങ്ങൾ പറഞ്ഞൊരു മുന്നറിയിപ്പ്, ഹുനാക സലാസിലു വൽ ഫിതനു വബിഹാ യത്ലുഉ ഖർനു ശൈത്താൻ. ആ നജ്ദിൽ നിന്ന് ഫിത്നകൾ ഉണ്ടായിത്തീരും, ആ നജ്ദിൽ നിന്ന് കുഴപ്പങ്ങൾ ഉണ്ടായിത്തീരും. മാത്രമല്ല പിശാചിന്റെ പാർട്ടി രൂപാന്തരപ്പെടുന്നത് നജ്ദിൽ നിന്നാണ്. ആ നജ്ദുകാരനാണ് നേരത്തെ പറഞ്ഞ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിനാൽ സ്ഥാപിതമായതാണ് ഈ പറയപ്പെട്ട വഹാബി പ്രസ്ഥാനം എന്നത് വളരെ പ്രധാനമായി നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മളൊക്കെ 5 നേരം നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്, പടച്ചവനെ നേരായ മാർഗത്തിൽ എന്നെ ചേർക്കണമേ എന്നാണ്. ആ നേരായ മാർഗത്തിൽ ചേർക്കണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ മറ്റൊരർത്ഥമുണ്ട്. നേരല്ലാത്ത ധാരാളം മാർഗങ്ങളുണ്ട് എന്നൊരു അർത്ഥം അതിന്റെ ഉള്ളിലുണ്ട്. നേരായ മാർഗത്തിൽ ചേർക്കണമെന്ന് പറഞ്ഞാൽ നേരല്ലാത്ത ഒരുപാട് മാർഗമുണ്ട്, അതിൽ ചേർക്കരുത് എന്നല്ലേ? ആ നേരായ മാർഗം ഏതാണ്? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആ നേരായ മാർഗത്തിൽ മരണം വരെ നമ്മെയും നമ്മുടെ സന്താന പരമ്പരയെയും അല്ലാഹു തആല അടിയുറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മോനെ ക്ലിപ്പ് ഒന്ന് വരട്ടെ. ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞെന്ന് പറയും, ശിർക്ക് ഒരാൾ എന്തേ സംഭവിച്ചേ? ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞെന്ന് പറയും, ശിർക്ക് ഒരാൾ സിഹിർ ബാധിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ മുശ്രിക്കായി. എങ്ങനെ സിഹിർ ഒരാൾക്ക് ബാധിക്കും, സിഹിർ കൊണ്ട് ഒരാൾക്ക് ബാധിക്കും, അത് ബാധിക്കൊണ്ട് പിന്നെ സ്വാധീനമുണ്ട്, അത് ബാധിക്കും. ഏറ്റവും ചെറിയ പണി ആൾക്കാർക്ക് അവർക്കിടയിലുള്ള ഒരു തർക്കമാണ്. ഇതുവഴി എന്താ ബാധിക്കൂല എന്നുള്ള ഒരു തർക്കം അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അതിലൊന്നും ഇടപെടുന്നില്ല. ഏതായാലും ബാക്കി വരട്ടെ. ഇപ്പൊ ഏറ്റവും ചെറിയ പണി ആൾക്കാർക്ക് ഏറ്റവും മുജാഹിദിന്റെ ചെറിയ പണി പറയുന്നത് ആൾക്കാരെ മുശ്രിക്കുകളാക്കുക എന്നുള്ളതാണ്. ആ മുശ്രിക്കാക്കുക എന്നുള്ളതിൽ താഴ്ന്ന ഒരു പണി ഇന്ന് മുജാഹിദുകൾക്കില്ല എന്ന വസ്തുതയാണ് മറ്റു വിഭാഗത്തെ വിമർശിക്കാൻ വേണ്ടി ഈ വിഭാഗത്തിന്റെ നേതാവ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയും കൂടെ ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞു പോയ അബ്ദുസ്സലാം സുല്ലമി അല്ലെ അടുത്തുള്ള കുറച്ച് ആൾക്കാർ വരെയുള്ളതാണ് മുശ്രിക്കുകളാണ്. ബുഖാരി മുശ്രിക്കായിലിപ്പോ മാത്രമല്ല, മുത്തുനബി തങ്ങൾക്ക് ശേഷമുള്ള മുഴുവൻ ആളുകളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണ്. സുന്നികൾ മുശ്രിക്കാന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള, ഈ കർണാടകയിലുള്ള, തമിഴ്നാടിലുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ മാത്രം പോയിട്ടുള്ളതാണ് വിശ്വസിക്കുന്നത്. അതല്ല, എല്ലാ മുഅ്മിനീങ്ങളും അതിൽ ഉൾപ്പെടും. ഇമാം ബുഖാരി തങ്ങൾ മാത്രമല്ല, എല്ലാ മഹാനതന്മാരായ ഇമാമിങ്ങളും ഒക്കെ മുശ്രിക്കാണെന്നല്ലേ പറഞ്ഞതിനർത്ഥം. മഹാനായ ശംസുൽ ഉലമാ തങ്ങൾ, മഹാനായ AP ഉസ്താദ്, മഹാനായ ഉള്ളാൾ തങ്ങൾ, പാണക്കാട് സാദാത്യങ്ങൾ, ബാഫഖി തങ്ങൾ തുടങ്ങി കേരളത്തിലും കർണാടകയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും പരന്നുകിടക്കുന്ന സാദാത്യങ്ങൾ, പണ്ഡിതന്മാരും മുഴുവനും മുശ്രിക്കാണ് എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ബാക്കിയും കൂടെ പറയട്ടെ. അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇമാം മുസ്ലിം മുശ്രിക്കായോ, അഹ്മദ് ബിൻ ഹംബൽ മുശ്രിക്കായോ, ഈ മുശ്രിക്കാർക്ക് എന്നുള്ളത് ഒരു പ്രശ്നമില്ലാത്ത വല്ലാത്തൊരു പരീക്ഷണ കാലഘട്ടമാണ്. ആ പരീക്ഷണ കാലഘട്ടത്തിൽ ഇതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ശിർക്കാരോപണം എന്നത് വളരെ അപകടമാണ്. ഇന്ന ആളുകളൊക്കെ നരകത്തിലാണ് എന്ന് റിക്രൂട്ട് ചെയ്യുന്ന പണി അത് വളരെ അപകടകരമാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പണിയാണ്. അതുകൊണ്ട് സ്വർഗപ്രവേശനം സാധ്യമല്ല. ബാക്കിയും കൂടെ
പോകാൻ പേടി നടന്നു പോണക്കണ്ടാവും മുസ്ലിം കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് നടന്നു പോകാൻ പേടി നടന്നു പോണക്കണ്ടാവും മുസ്ലിക്കാണോ അല്ലേ മുസ്ലിക്കാവുന്ന അബ്ദുസലാം സ്വല്ലമി ബാധിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ മുസ്ലിക്കാവുന്ന അബ്ദുസലാം സ്വല്ലമി വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം. ഇനി നോക്കി ഈ വിശുദ്ധ ഖുർആനിൽ ഈ പറഞ്ഞത് തങ്ങൾ തന്റെ മകനോട് പറഞ്ഞ നിർദ്ദേശത്തിൽ കാണാം. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. ശിർക്ക് എന്ന് പറയുന്നത് വലിയ പാതകമാണ്. മകനെ നീ ശിർക്ക് ചെയ്യരുത്. അല്ലാഹു തആല പൊറുക്കാത്ത പാപങ്ങളുണ്ട്, പൊറുക്കുന്ന പാപങ്ങളുണ്ട്. ആ പൊറുക്കാത്ത പാപങ്ങളിൽ ഏറ്റവും വലുതാണ് ശിർക്ക്. ആ ശിർക്ക് ചെയ്യരുത്. ആ ശിർക്കാരോപണം സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് ശിർക്കാരോപണം നടത്തുന്നത് വളരെ വലിയ അപകടമാണ് എന്ന് മാത്രമല്ല, ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് തബ്ലീഗ് ജമാഅത്തുകാരനായി ഇന്ന് സുന്നിയെ ഇന്ന് മുജാഹിദ് വേദികളിൽ സരക്കാതെ സാധാരണക്കാർക്ക് തിരിയുന്ന രൂപത്തിലാണ് പറയുന്നത്. തൗഹീദ്, ഏകദൈവ വിശ്വാസം, അള്ളാഹുവിന്റെ വഹിദാനിയത്തിലുള്ള വിശ്വാസം. അതിന്റെ നേരെ എതിരാണ് ശിർക്ക്, ബഹുദൈവ വിശ്വാസം. ഒന്നും കൂടെ പറഞ്ഞാൽ ഇസ്ബാത്തു ശരീക്കി ഫിൽ ഉലൂഹിയ്യത്തി, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിൽ പങ്കു ചേർക്കുക. ഞാൻ പറയട്ടെ, ബഹുദൈവ വിശ്വാസത്തിനോട് കിടപിടിക്കുന്ന എന്ത് വിശ്വാസമാണ് സുന്നികൾക്കിടയിലുള്ളത്? അങ്ങനൊന്നും പറയാനില്ലാതെ സുന്നികൾക്ക് സംബന്ധിച്ച് ദുരാരോപണം നടത്തുകയും സുന്നികൾക്കെതിരെ ശിർക്കാരോപണവും നടത്തുന്ന ഏറ്റവും വലിയ ഗൗരവമുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ കൂടി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ഒരുപാട് ആളുകൾ തിങ്ങി നിറഞ്ഞൊരു മജ്‌ലിസാണ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബിദ്അത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. ബിദ്അത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ആന കുമ്പിട്ടതുപോലെ വലുതായി കാണുന്നൊരു സംഗതിയൊന്നുമല്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ചില സംസാരങ്ങളിൽ, ചില ഇടപെടലുകളിൽ, ചില വിശ്വാസങ്ങളിൽ, ചില പ്രവർത്തനങ്ങളിലൂടെ കടന്നു വരുന്നതാണ് ബിദ്അത്ത്. നമ്മുടെ സുന്നികളുടെ കൂട്ടത്തിലും നമ്മുടെ ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ടവരുടെ കൂട്ടത്തിലും ബിദ്അത്തിന്റെ ചിന്ത ഉള്ള ആളുകളുണ്ട്. ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. അത്തരം ആളുകൾ ആലോചിക്കേണ്ടത്, ബിദ്അത്തിന്റെ ചിന്ത മനസ്സിൽ കടന്നുകൂടിയാൽ അള്ളാഹു അവരിൽ നിന്ന് യാതൊരു കർമ്മങ്ങളും സ്വീകരിക്കുകയില്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകണം. ബിദ്അത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ലാ യഖ്ബലുല്ലാഹു ലിസ്വാഹിബി ബിദ്അത്തിൻ, ലാ യഖ്ബലുല്ലാഹു ലിസ്വാഹിബി ബിദ്അത്തിൻ, ബിദ്അത്തിന്റെ ആളുകളിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. സ്വാഹിബ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് മുബ്തദി ആയിട്ടൊന്നുമില്ല, എന്നാൽ ബിദ്അത്തിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഓല് പറഞ്ഞു കൊടുത്തും കാര്യമുണ്ട്, ഇവര് പറഞ്ഞു കൊടുത്തും കാര്യമുണ്ട്, ഓല് പറഞ്ഞതും ശരിയാണ്, ഇവര് പറഞ്ഞതും ശരിയാണ് എന്ന് പറഞ്ഞ് ബിദ്അത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അതാണ് സ്വാഹിബ് ബിദ്അത്ത്. അങ്ങനത്തെ ആളുകളിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. സൗമൻ വലാ സ്വലാത്തൻ വലാ സദഖത്തൻ വലാ ഹജ്ജൻ വലാ ഉംറത്തൻ വലാ ജിഹാദൻ വലാ സർഫൻ വലാ അദ്ലാ. എത്ര ഗൗരവാണ്! നബി തങ്ങൾക്ക് ഒരു അമലും സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഒരു അമലും സ്വീകരിക്കൂല എന്ന് പറയേണ്ടതിന് പകരം ഓരോരോ അമലും നബി തങ്ങൾ എണ്ണി പറഞ്ഞ തന്നെ ഗൗരവം പഠിപ്പിക്കാനാണ്. ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല ഹത്താ യദഅ ബിദ്അതഹു, അവന്റെ ബിദ്അത്ത് അവൻ ഉപേക്ഷിക്കുന്നത് വരെ. മുജാഹിദുകാരന്റെ ഒരു അമലും സ്വീകരിക്കൂല എന്ന് പച്ച മലയാളത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവന്റെ അമലും സ്വീകരിക്കൂല. ലാ യഖ്ബലുല്ലാഹു ലിസ്വാഹിബി ബിദ്അത്തിൻ. എന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയാണ്, യഖ്റുജു മിനൽ ഇസ്ലാമി കമാ തഖ്റുജു അശ്ശഅറത്തു മിനൽ അജീൻ. മാവിൽ നിന്ന് രോമം പതുക്കെ പതുക്കെ ഇങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ അത്തരം ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ ഊരപ്പെടുന്നതും അബല്ലാഹു അൻ യഖ്ബല അമല സ്വാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു, അവന്റെ ബിദ്അത്തിനെ അവൻ ഉപേക്ഷിക്കുന്നത് വരെ അവന്റെ ഒരു കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കാമീ പറഞ്ഞോളൂ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ചില ആളുകളുണ്ട്. ഞാൻ സുന്നി തന്നെയാണ്, പക്ഷെ ഞാൻ ഖുതുബിയത്തൊന്നും അംഗീകരിക്കൂല. ഞാൻ സുന്നി തന്നെയാണ്, പക്ഷെ മൗലിദിനെ ഞാൻ അത്ര സപ്പോർട്ട് ചെയ്യൂല. ഞാൻ സുന്നി തന്നെയാണ്, എന്നാലും ഇങ്ങനെ മലയാളത്തിൽ ഖുതുബ ഓതുന്ന പള്ളിയാണ് എനിക്കിഷ്ടം. അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. ഓലെപ്പറ്റിയാണ് നബി തങ്ങളെ പറഞ്ഞത്. ഇവിടെ അടുത്ത കാലത്ത് ഒരിക്കൽ ഒരു സ്ഥലത്ത് വെച്ച് ഒരു പ്രധാനപ്പെട്ട മഹല്ലത്തിന്റെ ഉത്തരവാദപ്പെട്ട ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഒരു മഹല്ലത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുമായിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഒരു സൗഹൃദമായ സംഭാഷണം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മുജാഹിദിന്റെ പള്ളിയിലേക്കാണ് ഞാൻ ജുമുഅക്ക് പോയത്. ഒരു കറാമത്തൊക്കെ ആയിട്ട് വലിയ സംഭവമായിട്ടാണ് അയാൾ പറഞ്ഞത്. ഞാൻ മുജാഹിദിന്റെ പള്ളിക്കാണ് ജുമുഅക്ക് പോയത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏത് ടൗണിലെ പള്ളിയിലാ പോയത്? അപ്പൊ അയാൾ ടൗണ് പറഞ്ഞു. അപ്പൊ ടൗണ് പരിചയമുള്ള ടൗൺ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി, വ്യത്യസ്ത സുന്നി സംഘടനകളുടെ അറബിയിൽ ഖുതുബയോതുന്ന പള്ളി എവിടെ ഉണ്ട്? ആ ഒരു പള്ളിയിലും പോകാതെ ഈ പള്ളിയിൽ എന്തെങ്ങൾ പോയതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞൊരു മറുപടി, ഖുതുബ എന്ന് പറഞ്ഞ പ്രസംഗല്ലേ, പ്രസംഗാകുമ്പോൾ തിരിയണ്ടേ, അപ്പൊ ഞാൻ മലയാളത്തിൽ ഖുതുബ എന്ന പള്ളിയിൽ പോയതാണ്. അങ്ങനത്തെ ഒരുപാട് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. വെള്ളിയാഴ്ച മിമ്പറിൽ വെച്ചുകൊണ്ട് ഖത്തീബ് നടക്കുന്ന ഖുതുബ പ്രസംഗമല്ല. ആദ്യം നമ്മൾ അത് മനസ്സിലാക്കണം. അത് പ്രസംഗമാണ് എന്ന് മനസ്സിൽ നമ്മൾ വിശ്വസിച്ചത് കൊണ്ടാണ് അടുത്ത ചോദ്യം. എന്താ ചോദ്യം? തിരിയണ്ടേ എന്ന് ചോദ്യം. തിരിയണ്ടേ എന്നുള്ള ചോദ്യം വന്നത് എന്തുകൊണ്ടാണ്? അത് പ്രസംഗമാണ്. അത് മാതൃഭാഷയിലായെങ്കിലേ അത് മനസ്സിലാവുള്ളൂ. ഈ പ്രദേശത്തുകാരാണെങ്കിൽ ബ്യാരി ഭാഷയിലായിരിക്കണം, തമിഴ്നാട്ടുകാരാണെങ്കിൽ തമിഴായിരിക്കണം, മലയാളികളാകുമ്പോൾ മലയാളത്തിലാകണം. അപ്പോഴല്ലേ തിരിയുള്ളൂ. അത് പ്രസംഗല്ലേ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെള്ളിയാഴ്ച ഖത്തീബ് മിമ്പറിൽ വെച്ച് നടത്തുന്ന ഖുതുബ പ്രസംഗമല്ല. അതാദ്യം മനസ്സിലാക്കണം. ഇയാൾക്ക് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്ക് സംഗതി ബോധ്യപ്പെട്ടു. എന്നാൽ അതിനെ സംബന്ധിച്ച് എന്താണ് വിശുദ്ധ ഖുർആനിലെ നിലപാട്? സൂറത്ത് ജുമുഅയുടെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വാങ്ക് വിളിക്കപ്പെട്ടാൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ പോകണം. വ്യാഴാഴ്ച ഇല്ലാത്തൊരു ദിക്ർ വെള്ളിയാഴ്ച, ബുധനാഴ്ച ഇല്ലാത്തൊരു ദിക്ർ വെള്ളിയാഴ്ച, ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഇല്ലാത്തൊരു ദിക്ർ വെള്ളിയാഴ്ച. ഏതാണ് ആ ദിക്ർ? ആ ഖുതുബ ജുമുഅ ഉൾക്കൊള്ളുന്ന ഇബാദത്തിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ദിക്ർ എന്നാണ്. ആരാണ് അതിനെ പ്രസംഗമാക്കിയത്? ആരാണ് അതിനെ പരിഭാഷപ്പെടുത്തിയത്? ലോക ചരിത്രത്തിൽ 1924 തുർക്കി ഭരണാധികാരിയായിരുന്ന മുസ്തഫ കമാൽ പാഷയാണ് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബയോധണമെന്ന വാദം കൊണ്ടുവന്നതും അത് നടപ്പിൽ വരുത്തിയതും. അതിന്റെ മുമ്പ് മൂക്ക് താഴെയുള്ള ഒരാളും ആ വാദം വാദിച്ചിട്ടില്ല, നടപ്പിൽ വരുത്തിയിട്ടില്ല. അവ ഖുതുബ മാതൃഭാഷയിലാകണമെന്ന് പറഞ്ഞവരുടെ പാരമ്പര്യം എത്ര? 1924 വരെയുള്ള പാരമ്പര്യം. ആ പാരമ്പര്യം കൊണ്ട് എങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും? ആളുകളെ വഴിപിഴപ്പിച്ച് നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പണി ചെയ്യാൻ പാടില്ല. അപ്പൊ വെള്ളിയാഴ്ച നടക്കുന്നത് ദിക്റാണ്. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ദിക്റിലേക്ക് നിങ്ങൾ പോകണം. ഈ ആയത്ത് വിശദീകരിച്ച ഇമാം ബുഖാരിയുടെ 3211-ാമത്തെ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ എന്താ നബി തങ്ങൾ പറഞ്ഞത്? ഇദാ കാന യൗമുൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസമായാൽ വഖഫത്തിൽ മലായികതു അലാ അബ്വാബിൽ മസ്ജിദി, മലക്കുകൾ പള്ളിയുടെ വാതിൽക്കൽ ഇങ്ങനെ വന്നു നിൽക്കും. വെള്ളിയാഴ്ച ദിവസം അല്ലാഹു തആല പ്രത്യേകമായി അധികാരപ്പെടുത്തിയ മലക്കുകൾ പള്ളിയുടെ വാതിൽക്കൽ വന്ന് നിൽക്കും. എന്തിന്? പള്ളിയിലേക്ക് ഇങ്ങനെ കയറുന്ന ആളുകൾ അങ്ങനെ തിരക്കാൻ വേണ്ടിയിട്ടല്ല. എന്തിനാണ് മലക്കുകൾ ഈ വാതിൽക്കൽ വന്ന് നിൽക്കുന്നത്? ഫയക്തുബൂനൽ അവ്വല ഫൽ അവ്വല, ആദ്യം കയറുന്നവരുടെ പേരുകൾ അവരുടെ പ്രത്യേകമായ കിതാബിൽ ലിസ്റ്റിൽ അവർ രേഖപ്പെടുത്തി വെക്കും. അങ്ങനെ ഫൈദാ ഖറജൽ ഇമാമു
വസഅദ അലൽ മിംബരി, ഖതീബ് വന്നു മിംബറിൽ കയറി കഴിഞ്ഞാൽ തറൗ സുഹ്ഫഹും, ആ കിതാബുകൾ മലക്കുകൾ പൂട്ടിവെക്കും. ഖതീബ് മിംബറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വരുന്നവർക്ക് ജുമുഅ കിട്ടുമെങ്കിലും റിക്കാർഡിക്കലായിട്ട് അവരുണ്ടാവുകയില്ല. ഈ മലക്കുകൾ ഇനി എന്താ പണി? എഴുത്തു കഴിഞ്ഞു, അവിടെ കിതാബ് കൂട്ടിവെച്ചു. ഇനി മലക്കുകൾ എന്തു ചെയ്യും? വജലസു യസ്തമിഊന ദിക്റ, ആ മലക്കുകൾ ദിക്ർ കേൾക്കാൻ വേണ്ടി ജുമുഅക്ക് വന്ന മുഅ്മിനീങ്ങൾക്കിടയിൽ സഫുകൾക്കിടയിൽ ആ മലക്കുകൾ ഇരിക്കും. യസ്തമിഊന ദിക്റ, ദിക്ർ കേൾക്കാൻ വേണ്ടി ഇരിക്കും. ഏതാ അവിടെ കേൾക്കുന്ന ദിക്ർ? ഖുതുബയാണ്. വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ അവിടെ വെച്ച് നടക്കുന്ന ഖുതുബയെ സംബന്ധിച്ച് ദിക്ർ എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ ദിക്ർ എന്ന വിശ്വാസമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ, കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ആദർശത്തിലോ വിശ്വാസത്തിലോ താൽക്കാലികമായി ഒരാൾക്കും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പരിശുദ്ധമായ ദീൻ നിർവാഹം നമുക്ക് അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബിദ്അഈ ചിന്തകൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ബിദ്അത്തിനെ സംബന്ധിച്ച് ഇമാം ഔസാഇ തങ്ങൾ പറഞ്ഞൊരു ഉദ്ധരണിയുണ്ട്. എന്താണ് മഹാനവർകൾ പറഞ്ഞത്? മബ്തദഅ റജുലുൻ ബിദ്അത്തൻ ഇല്ലാ സുലിബ വറഉഹു, ഒരാളുടെ ഹൃദയത്തിൽ ബിദ്അത്തിന്റെ ചിന്ത കടന്നുകൂടിയാൽ ഇല്ലാ സുലിബ വറഉഹു, അവന്റെ ഹൃദയത്തിൽ നിന്ന് സൂക്ഷ്മത എടുത്തു മാറ്റപ്പെടും. അവ ബിദ്അത്തിന്റെ ആളായാൽ സൂക്ഷ്മത എടുത്തു മാറ്റപ്പെടും. അങ്ങനെ സൂക്ഷ്മത എടുത്തു മാറ്റുമ്പോഴാണ് നബിന്റെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് പറയാൻ ധൈര്യം വരിക, സുന്നികൾ മുശ്രിക്കുകളാണെന്ന് പറയാൻ ധൈര്യം വരിക, സംസം വെള്ളത്തിന് ശ്രേഷ്ഠതയില്ല എന്ന് പറയാൻ ധൈര്യം വരിക, മരിച്ചോല് കേൾക്കൂല എന്ന് പറയാൻ ധൈര്യം വരിക. ഇങ്ങനെയുള്ള അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങളെ എതിർക്കാനുള്ള ധൈര്യം ബിദ്അത്തിന്റെ ചിന്ത മനസ്സിൽ കടന്നുകൂടുമ്പോഴാണ് ഉണ്ടാകുന്നത്. മബ്തദഅ റജുലൻ ബിദ്അത്തൻ ഇല്ലാ സുലിബ വറഉഹു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.